നവംബർ 7 മെത്രാനായിരുന്ന വിശുദ്ധ വില്ലിബ്രോഡിന്റെ തിരുനാളിൽ ആഗോളസഭ. നോർത്തംബർലൻഡറിൽ AD 658 ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്നാണ് വില്ലിബ്രോഡ് ജനിച്ചത്. 7 വയസ്സാകുന്നതിന് മുൻപ് തന്നെ ബാലനെ വിശുദ്ധ വിൽഫ്രഡിന്റെ കീഴിലുള്ള ആശ്രമത്തിൽ പഠിക്കാൻ അയച്ചു. വിശുദ്ധന്റെ പിതാവ് വിൽഗിഡ് വാർദ്ധക്യത്തിൽ ഒരു ആശ്രമം സ്ഥാപിച്ച് അതിൽ താമസിച്ച് മരിക്കുകയാണ് ചെയ്തത്. 20 വയസ്സുള്ളപ്പോൾ വില്ലിബ്രോഡ് ഉപരിപഠനത്തിനായി അയർലൻഡിലേക്ക് പോയി. അവിടുത്തെ വിശുദ്ധ എഗ്ബർട്ടിന്റെയും വാഴ്ത്തപ്പെട്ട വിഗ്ബർട്ടിന്റെയും കീഴിൽ 12 വർഷം താമസിച്ചു. വിനയവും എളിമയും ശാന്തതയും അദ്ദേഹത്തിന്റെ പ്രകൃതിയെ എത്രയും മധുരമാക്കി. 38-ാമത്തെ വയസ്സിൽ വില്ലിബ്രോഡ് വൈദികനായി. ജർമ്മനിയിൽ സുവിശേഷം പ്രസംഗിക്കാനാണ് ഫാദർ വില്ലിബ്രോഡിനെ നിയോഗിച്ചത്. വിശുദ്ധ സ്വിഡ്ബർട്ടും വേറെ 10 സന്യാസികളും അദ്ദേഹത്തിന്റെ കൂടെ പോയി. വിശുദ്ധ സ്വിഡ്ബർട്ട് ബെർഗിൽ മെത്രാനായി നിയമിതനായി. ഈ മിഷണറിമാരുടെ സുവിശേഷ പ്രസംഗം വമ്പിച്ച വിജയമായിരുന്നു. അന്നത്തെ രാജാവ് പെപ്പിൻ വില്ലിബ്രോഡിനെ മെത്രാനാക്കാൻ ശുപാർശ ചെയ്തു. വളരെ വൈമുഖ്യത്തോടെ അദ്ദേഹം മെത്രാൻ പദം സ്വീകരിച്ച് യൂട്രക്റ്റിൽ താമസിക്കാൻ തുടങ്ങി. പ്രസന്നവദനനും മധുരഭാഷിയുമായ ആർച്ച് ബിഷപ്പ് അക്ഷീണം സഭയ്ക്കു വേണ്ടി അധ്വാനിച്ചു. അത്ഭുതങ്ങൾ അനേകം പ്രവർത്തിച്ചു. ദൈവത്തിനും മനുഷ്യനും സംപ്രീതനായി 50 കൊല്ലം അദ്ദേഹം യൂട്രക് മെത്രാപ്പോലിത്ത സ്ഥാനം വഹിച്ചു. ഐറിസ്റ്റാലിലെ പെപ്പിന്റെ സഹായത്തോടുകൂടെ ലക്സംബർഗിൽ ടെർനാക്കിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. വാർദ്ധക്യത്തിൽ അവിടേക്ക് താമസം മാറ്റി. 81-ാമത്തെ വയസ്സിൽ ബിഷപ്പ് വില്ലിബ്രോഡ് ഭാഗ്യമോടെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധ വില്ലിബ്രോഡ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.